നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില നാളുകൾക്ക് ശേഷം വീണ്ടും TBFൻ്റെ മീറ്റിംഗ് ഇങ്ങനെ പുനരാരംഭിക്കുവാൻ കർത്താവ് തരുന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദിവസത്തിലായിരിക്കാം. വിശേഷിച്ച് പാട്ടുകൾ പാടുവാൻ വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, സഹോദരന്മാർ, അതുപോലെ തന്നെ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവരുകളെ വിശേഷാൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. TBBTയിലെ 2 സ്റ്റുഡൻസും ഉണ്ടല്ലോ, അവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി റോയ് അങ്കിളിനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വൈകുന്നേര സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ചില ദിവസത്തിന് ശേഷം ഞങ്ങൾക്ക് വീണ്ടും TBFൻ്റെ കർത്താവെ മിനിച്ച് തുടങ്ങുവാൻ തക്കവണ്ണം അനുകൂലമായ ഒരു സാഹചര്യം ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവജനത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്ന ഒരു ഉന്നതനായ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാവിലത്തെ സമയം കർത്താവെ, അവരൊരു കൂടുന്ന സഭകളിൽ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ കാണിച്ചു. കർത്താവെ, വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഇത്രയും പേർക്കിന്ന് കടന്നു വരുവാൻ അനുകൂലമായ സന്തോഷം, സമാധാനം കർത്താവത്തോട് കടന്നു വരുവാൻ ഇടവരുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ദൈവനാമ മഹത്വത്തിനായിട്ട് തീരുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക കുഞ്ഞുങ്ങൾ പാട്ട് പാടുവാനുണ്ട്. കർത്താവെ, ഞങ്ങളുടെ വചനം സംസാരിക്കാൻ വേണ്ടി കർത്താവെ സഹോദരനും ഞങ്ങളുടെ മധ്യയുണ്ട്. കർത്താവെ, എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു, സ്വർഗീയ പിതാവേ. ആദ്യമായിട്ട് നമുക്കൊരു ഗാനം പാടിക്കേൾക്കാം. പുല്ലാന്നുള്ള സഭയിലെ അക്സ നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ നമ്മോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരും ഒരു നാൾ നമ്മളെ പിരിഞ്ഞ് പോകേണ്ടവരാണ്. എന്നാൽ ഒരിക്കലും പിരിയാത്ത, നിത്യമായിട്ട് നമ്മോടൊപ്പമുള്ള ഒരുവനുണ്ടല്ലോ, നമ്മുടെ കർത്താവ്. ആ പ്രിയ സ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഗാനം അക്സ നമുക്ക് വേണ്ടി പാടി കേൾപ്പിക്കുന്നു.
ഈ ലോക ജീവിതയാത്ര നാം അറിയുന്നത് പോലെ വളരെ ദുഷ്കരമാണ്, പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതാണ്. എന്നാൽ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏത് പരിപരുത്ത യാത്രയിലൂടെ സഞ്ചരിച്ചാലും അല്ലെങ്കിൽ വഴിയിലൂടെ സഞ്ചരിച്ചാലും നാം ഒരു കാരണവശാലും നമ്മുടെ വിശ്വാസത്തെ തള്ളിപ്പറയുവാനോ അവിശ്വസിക്കുവാനോ ചോദ്യം ചെയ്യാനോ പാടുള്ളതല്ല. പാട്ടുകാരൻ ഇങ്ങനെ നമ്മളെ ഓർപ്പിക്കുകയാണ്: കയ്പുള്ള വെള്ളം കുടിക്കേണ്ടി വന്നാലും ദൈവകൽപ്പന വിട്ട് നാം നടക്കാൻ പാടുള്ളതല്ല. ചുടുചോര ചിന്തേണ്ടി വന്നാലും ഈ ലോകത്തിലെ യാതൊന്നിലും നമ്മുടെ ഹൃദയം ചാഞ്ഞു പോകാൻ പാടില്ല. വളരെ വിശ്വപ്രസിദ്ധമായ ഒരു പാട്ടാണല്ലോ അഴലേറും ജീവിതം മരുവിൽ. ഈ പാട്ട് നമുക്കിപ്പോൾ പാടിക്കേൾക്കാം. പൊല്ലാന്നുള്ള സഭയിലെ ഫേബ നമുക്ക് വേണ്ടി ഇപ്പോൾ പാടുന്നതാണ്. ജീവിതമരുവിൽ നീ
നമ്മുടെ കർത്താവിൻ്റെ ആയിരക്കണക്കിന് ഗുണവിശേഷങ്ങളിൽ ഒന്നാണ് അവൻ്റെ നിസ്തുല്യമായ സ്നേഹമെന്നുള്ളത്. ലോകത്തിൽ നിരവധിയായ തരത്തിലുള്ള സ്നേഹത്തെ നാം മനസ്സിലാക്കുന്നു. എന്നാൽ ലോക സ്നേഹത്തേക്കാൾ എത്രയോ ഉന്നതവും ശ്രേഷ്ഠവും മികച്ചതുമാണ് ദൈവസ്നേഹം. ഈ ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഗാനം പ്രിയ പൈതൽ ജാനിസ് നമുക്ക് വേണ്ടി പാടിക്കേൾപ്പിക്കുന്നു. ഇപ്പോൾ നമുക്കത് കേൾക്കാം. കർത്തനെ സ്തുതിച്ചിടും ഞാൻ. എന്തൊരത്ഭുതം ദൈവത്തിൻ സ്നേഹം വർണ്ണിപ്പാൻ നാവു പോരായേ. എന്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുത്ത കർത്തനെ സ്തുതിച്ചിടും ഞാൻ. എന്തൊരത്ഭുതം ദൈവത്തിൻ സ്നേഹം വർണ്ണിപ്പാൻ നാവു പോരായേ. അത്യുന്നതനാം എൻ ദൈവമേ, നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. എന്നെ വീണ്ടെടുത്ത നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതി
നാം പാടി മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന നമ്മുടെ കർത്താവ് കേവലം നമ്മെ സ്നേഹിക്കുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്തവൻ മാത്രമല്ല, ഈ മരിയാത്രയിൽ നമ്മെ ശ്രേഷ്ഠമായിട്ട് കരുതി നടത്തുന്നവനാണ്. ജയോത്സവത്തോടുകൂടെ നമ്മെ വഴി നടത്തുന്നവനാണ് ഈ കർത്താവ്. ആ നിലയിൽ വർണ്ണിക്കുന്നൊരു ഗാനം നമുക്ക് പാടിക്കേൾക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്ന് തുടങ്ങുന്ന ഗാനം പ്രിയ സഹോദരൻ നവീൻ ജോസഫ് നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോൾ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോൾ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ.
ഉയർപ്പില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, ഉയർപ്പില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിയിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിയിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നാം പാടി കേൾക്കുകയായിരുന്നു. നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിച്ചവനും നമ്മെ കരുതി നടത്തുന്നവനും ഇനി മേലാലും നമ്മെ കരുതി പരിപാലിച്ച് വഴി നടത്തുവാൻ മതിയായവനാണല്ലോ. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്നിച്ച് കൂടി വരുവാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ വചനം കേൾക്കുവാനുള്ള അവസരമാണ്. നേരത്തെ ഓർപ്പിച്ചതുപോലെ കൊട്ടാരക്കരയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവറുകൾ മുമ്പോട്ട് കടന്നു വന്ന് നമുക്ക് ആവശ്യമായ ദൈവജനത്തിൻ്റെ ആലോചന പങ്കിട്ട് തരുന്നതായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യയിലെ ഒരു മഹത്തായ കർത്താവിൻ്റെ ദാസനായിരുന്നു സാധു സുന്ദർ സിംഗ്. നമുക്കറിയാം, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക സമയത്ത് അദ്ദേഹം ടിബറ്റിലേക്ക് ഒരു യാത്ര ചെയ്തു, സുവിശേഷവുമായിട്ട് യാത്ര ചെയ്തു. അവിടെ വെച്ച് കാൽനടയായിട്ട് അവിടെ യാത്ര ചെയ്ത് അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള തണുത്തുറഞ്ഞ പ്രദേശങ്ങളിൽ കിടന്ന് ജീവിക്കേണ്ടുന്ന ഒരു സ്ഥിതി അദ്ദേഹത്തിന് വന്നു. അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പിടിച്ചു, സുവിശേഷം പ്രസംഗിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു. സുവിശേഷം പ്രസംഗിക്കരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അന്ന് ആ ഒരു വലിയ ശിക്ഷ അദ്ദേഹത്തിന് നൽകിയത് ഒരു കിണറ്റിൽ അദ്ദേഹത്തെ ഇട്ടു. വലിയ ആഴമുള്ളൊരു കിണറായിരുന്നു. അദ്ദേഹം ആ കിണറ്റിൽ വീണ് കഴിഞ്ഞ ശേഷം ആ കിണറിൻ്റെ മുകളിലത്തെ മൂടി താക്കോലിട്ട് പൂട്ടി അവിടെയുള്ള ലാമ താക്കോലുമായിട്ട് കടന്നുപോയി. ഇനി ആർക്കും അത് തുറക്കാനായിട്ട് കഴിയില്ല. പലപ്പോഴും സുവിശേഷവുമായിട്ട് അവിടെ വരുന്ന ആളുകളെ ആ കിണറ്റിലിട്ട് കൊന്നുകളയുകയാണ് രീതി. അദ്ദേഹം അടിയിൽ ചെന്നപ്പോൾ അനേകം ആളുകളുടെ ചീഞ്ഞഴുകിയ ശവശരീരങ്ങളുടെ മുകളിലാണ് അദ്ദേഹം ചെന്ന് വീണത്. അവരുടെ എല്ലുകളും ശരീരവും ഒക്കെ ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന ശരീരം, എവിടെ തൊട്ടാലും ചീഞ്ഞഴുകിയ ശവശരീരം, നിറഞ്ഞ അന്ധകാരം, ആരും അവിടെ ഇല്ല. എങ്കിലും അദ്ദേഹം ഒരു തീരുമാനം, ആ ശരീരത്തിൻ്റെ, ആ ചീഞ്ഞളിങ്ങിയ ശരീരത്തിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. എങ്ങാനും ഇനി രക്ഷപ്പെടുന്നെങ്കിൽ ഈ ടിബറ്റിലും ഞാൻ കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കും. പക്ഷെ ആര് രക്ഷപ്പെടുത്താൻ? ആ രാത്രിയിൽ വളരെ വേദന സഹിച്ച് അദ്ദേഹം അവിടെ കിടന്നു. എന്നാൽ പ്രഭാതത്തിൽ എപ്പോഴോ ആരോ ആ മുകൾ ഭാഗം തുറന്ന് ഒരു കയറ് താഴേക്ക് ഇട്ടുകൊടുക്കുന്നത് അദ്ദേഹം കണ്ടു. ആ കയറിൽ പിടിച്ച് സാധു സുന്ദർ സിംഗ് മുകളിലേക്ക് കയറി. മുകളിൽ കയറി നോക്കിയപ്പോൾ അവിടെ കയറിട്ട് തന്ന ആരെയും അദ്ദേഹത്തെ കണ്ടില്ല, ആ കയറും അവിടെ കണ്ടില്ല. ആരാണെന്നറിയില്ല. അല്പം കൂടെ കഴിഞ്ഞ് ചുമതലപ്പെട്ടവർ അവിടെ വന്ന് നോക്കിയപ്പോൾ ആ മനുഷ്യനെ അതിനുള്ളിൽ കണ്ടില്ല എന്ന് ബോധ്യപ്പെട്ടു. യാതൊരു ശബ്ദവും കേൾക്കുന്നില്ല, മരിക്കാൻ സമയമായിട്ടില്ല. ലാമയെ അറിയിച്ചു. ലാമ അവിടെ കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് താക്കോൽ. അദ്ദേഹം താക്കോലിട്ട് തുറന്നു നോക്കി, അതിനുള്ളിൽ മനുഷ്യനുണ്ടായിരുന്നില്ല. അദ്ദേഹം അടുത്തുള്ള ഒരു ഗുഹയിൽ കയറിയിരുന്നു. ആളുകൾ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ ലാമയുടെ അടുക്കൽ എത്തിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ രക്ഷപ്പെട്ടു? അദ്ദേഹം പറഞ്ഞു, ഒരുവൻ വാതിൽ തുറന്ന്, ആ കിണറിൻ്റെ മൂടി തുറന്ന് ഒരു കയറിട്ട് തന്ന് എന്നെ രക്ഷിച്ചു. അപ്പോൾ ലാമ പറഞ്ഞത് ഒരിക്കലും സാധിക്കില്ല, കാരണം ആ താക്കോൽ എൻ്റെ കൈവശമാണ്, അത് തുറക്കാൻ മറ്റാർക്കും കഴിയില്ല. യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ സാധു സുന്ദർ സിംഗ് ഇങ്ങനെ പറഞ്ഞു, ഒരു കിണറിൻ്റെ താക്കോല് മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ, പക്ഷേ ആ കിണറും ഈ ഭൂമിയും ഈ പ്രപഞ്ചവും നിയന്ത്രിക്കുന്ന ദൈവമാണ് എൻ്റെ കൂടെ ഉള്ളത്.
പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ എന്തുകൊണ്ട് ആ ഒരു ചരിത്രം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകം ഈ ലോകത്തിലെ മറ്റാരുമല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരു കിണറിനോ ഒരു ബന്ധനത്തിനോ ഒരു നിയമങ്ങൾക്കോ ഒരു ഉപദ്രവങ്ങൾക്കോ ജയിലിനോ അടക്കി വെക്കുവാൻ കഴിയാത്ത ഒന്ന് എന്ന് പറയുന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ശക്തി. വലിയവനായ ദൈവം ആ ശക്തിയിലാണ് ഇന്ന് രാത്രിയിൽ നമ്മെ നടത്തിയിരിക്കുന്നത്. നമുക്കതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നിങ്ങളോട് ചേർന്ന് അല്പസമയം കർത്താവിൻ്റെ വചനത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിച്ച വിഷയം മറ്റൊന്നുമല്ല. നമ്മുടെ വലിയവനായ കർത്താവ് ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ, മണവാട്ടി സഭ എന്നുള്ള നിലയിൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാം, എബിലിറ്റി, നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ. രണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന മെച്യൂരിറ്റി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പക്വത. ഒന്ന് കഴിവ്, രണ്ട് പക്വത. നമുക്ക് വായിക്കാം കൊരിന്ത്യർ ലേഖനം രണ്ടാമത്തെ പുസ്തകം 2 കൊരിന്ത്യർ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 5-ാം വാക്യം: ഞങ്ങളിൽ നിന്ന് തന്നെ എന്തെങ്കിലും ചിന്തിപ്പാൻ ഞങ്ങൾ പ്രാപ്തിയുള്ളവരെന്നല്ല, നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ദൈവമക്കൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ ശ്രദ്ധിച്ച് ഇരിക്കുക. എന്താണ് ദൈവവചനം പറയുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ആ വാക്യങ്ങളുടെ വരികൾക്കിടയിലും അനേക അർത്ഥങ്ങൾ കർത്താവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഹെഡിങ് വായിച്ചു പോവുക എന്നുള്ളതല്ല, അതിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയുമ്പോഴാണ് ആ വാക്യം നമ്മോട് സംസാരിക്കുക. നോക്കുക, അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നമ്മുടെ പ്രാപ്തി അത് ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. എനിക്ക് കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നെങ്കിൽ, എനിക്ക് ചിലത് കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നെങ്കിൽ, അത് കർത്താവിൻ്റെ ദാനമത്രയാകുന്നു. ഒരു വേദഭാഗം കൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. 1 Corinthians chapter 5:15 verse 15-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എങ്കിലും ഞാൻ ആകുന്നത് ദൈവ കൃപയാൽ ആകുന്നു, എന്നോടുള്ളവൻ്റെ കൃപ വ്യർത്ഥമായി പോയിട്ടുമില്ല. അവസാനം വായിക്കുന്നു: എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള കർത്താവത്രേ എന്ന് പറഞ്ഞാൽ, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. ഈ 2 വാക്യങ്ങളും ഒന്ന് ചേർത്ത് വെച്ച് ഞാൻ ഇങ്ങനെ പറയട്ടെ. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2 പുസ്തകങ്ങളിലെ 2 ആശയങ്ങൾ. ഒന്ന്, നമ്മുടെ പ്രാപ്തി കർത്താവിൻ്റെ ദാനമത്രേ ആകുന്നു. 2, ഞാനായിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രാപ്തി എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാനമായിരിക്കുന്ന ആ വസ്തുവിനെ, അല്ലെങ്കിൽ ആ സത്യത്തെ, ആ യാഥാർത്ഥ്യത്തെ നമുക്കിങ്ങനെ പറയാം: ദൈവകൃപ. ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രാപ്തിയാലാകുന്നു. ആ പ്രാപ്തി എന്ന് പറയുന്നത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന കൃപയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്കിന്ന് രാത്രി പറയാം, നാം ഒക്കെ ദൈവകൃപ പ്രാപിച്ചവരാണ്. ദൈവകൃപ പ്രാപിച്ചവരാണ്. ഈ 2 കാര്യങ്ങൾ ഒരുമിച്ചൊന്ന് ചിന്തിക്കുക. ഒന്ന്, കഴിവ്. 2, നമ്മുടെ പ്രാപ്തി, നമ്മുടെ പക്വത, നമ്മുടെ മെച്യൂരിറ്റി, നമ്മുടെ ആ പക്വത. ഇത് 2 ചേർത്ത് വെച്ച് ഞാനൊന്ന് പറയട്ടെ. പലപ്പോഴും നമ്മൾ പറയും, എനിക്ക് കഴിവുണ്ട്, എനിക്കത് ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്, എനിക്കതിനുള്ള പക്വതയുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? കഴിവ് എന്ന് പറയുന്നത് നാം സ്വയം നേടിയെടുക്കുന്ന ഒരു വസ്തുതയാണ്. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി, ഭൗമികമായി നാം നേടിയെടുക്കുന്ന ചെന്ന്. ക്രിസ്തീയ ജീവിതത്തിൽ നാം പറയുന്നു, എനിക്ക് കഴിവുണ്ട്, ഞാൻ ദൈവവചനം പഠിച്ച് പ്രസംഗിക്കുവാനുള്ള കൃപ അത് നേടിയെടുത്തു, ട്രെയിൻ ചെയ്ത് നേടിയെടുത്തു. പാടുവാനുള്ള കഴിവ് അത് പഠിച്ച് ട്രെയിൻ ചെയ്ത് നേടിയെടുത്തു. എഴുതുവാനുള്ള ഒരു കഴിവ് അത് എഴുതി അനേകരത് തിരുത്തി, പിന്നെയും എഴുതി, പിന്നെയും തിരുത്തി, ഞാൻ ആ കഴിവിനെ നേടിയെടുത്തു. അതാണ് കഴിവ് എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ പക്വത, നമ്മുടെ പ്രാപ്തി എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ, അത് നേടിയെടുക്കുന്ന ഒന്നല്ല, മറിച്ച് വലിയവനായ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഒരു പ്രത്യേക വസ്തുതയാണ്. ഇത് കഴിവാണ്, ദൈവം തന്നെ തരുന്ന ഒന്ന്. മറ്റേത് നാം നേടിയെടുക്കുന്നതാണെങ്കിൽ, നമ്മുടെ പ്രാപ്തി എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്. അതാണ് ഈ വാക്യത്തിൽ പറയുന്നത്, ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാലായിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ
പ്രിയപ്പെട്ടവരെ, ഞാൻ ആയിരിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ, വചനത്തിൽ മറ്റൊരു വേദഭാഗം എഴുതിയിരിക്കുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ അത് നിൽക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. നമുക്കിങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയാൻ കഴിയണം, ഞാൻ ഇതുവരെ ആയെങ്കിൽ, ഇതുവരെ എത്തിയെങ്കിൽ, ദൈവം എത്തിച്ചെങ്കിൽ അതെൻ്റെ കഴിവല്ല, എൻ്റെ കഴിവല്ല, അതെൻ്റെ കഴിവല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേടിയെടുത്തതല്ല, മറിച്ച് ദൈവം തന്ന പ്രാപ്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ഹീബ്രു വാക്കിൽ ചൈൽ എന്നൊരു വാക്കുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം, ഈ പ്രാപ്തി അല്ലെങ്കിൽ നമ്മുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം ഇങ്ങനെയാണ്: ശക്തമായ അധ്വാനത്തോടെ ദൈവത്തിൽ നിന്നും പിടിച്ചു വാങ്ങുന്ന, സ്വീകരിക്കുന്ന ചില കഴിവുകൾ. ഈ മെച്യൂരിറ്റി അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ പക്വത നേടി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും പിടിച്ചെടുക്കുന്ന, പിടിച്ചു വാങ്ങുന്ന ഒന്ന് എന്നുള്ള നിലയിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനെ പ്രാർത്ഥന എന്ന വിഷയമായിട്ട് ലിങ്ക് ചെയ്ത് പറയുന്നു. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് ഞാൻ പിടിച്ചെടുക്കുന്ന, ദൈവത്തിൽ നിന്നും പിടിച്ചു വാങ്ങുന്ന, ദൈവത്തിൽ നിന്നും ചോദിച്ചു വാങ്ങുന്ന കഴിവാണ് പ്രാപ്തി എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രീക്ക് വാക്ക് ഇങ്ങനെ വായിക്കുന്നു, ഹിഗ്നോട്ടേസ് എന്ന് പറയുന്ന ഒരു വാക്ക്. അതിനിങ്ങനെ പറയുന്നു: സംതൃപ്തിയോടുകൂടെയുള്ള നേട്ടമാണ് പ്രാപ്തി. അപ്പൊ ഞാൻ മറുവശം പറയുന്നു, എനിക്ക് ആത്മീയമായി, ദൈവികമായി ദൈവം എനിക്ക് ഒരു മെച്യൂരിറ്റി തന്നു, ഒരു പ്രാപ്തി തന്നു, ഒരു പക്വത തന്നു എന്ന് പറഞ്ഞാൽ സംതൃപ്തിയോടുകൂടെ ദൈവത്തിൽ നിന്നും ഞാൻ നേടിയെടുത്ത നേട്ടമാണ് എൻ്റെ പക്വത എന്ന് പറയുന്നത്. ഇതാണ് കഴിവ്, പ്രാപ്തി എന്നുള്ളതിൻ്റെ പ്രത്യേകത. ഇനി ഞാൻ മുമ്പോട്ട് പോകട്ടെ. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ കഴിവുള്ള അനേകം ആളുകൾ ഉണ്ടായിരുന്നു. ദൈവത്തിൽ നിന്നും നേടിയെടുത്ത പ്രാപ്തിയോടുകൂടെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച അനേക ആളുകളുണ്ടായിരുന്നു. ഞാൻ പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് പറയും. ആദ്യം അതിൻ്റെ നെഗറ്റീവ് വിഷയത്തിലേക്ക് വരട്ടെ. പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുവാൻ, പ്രവർത്തിക്കുവാൻ നമ്മളോട് പറയുമ്പോൾ നമ്മൾ പറയും, സഹോദരൻ, എനിക്കതിന് കഴിവില്ല, എനിക്കതിനുള്ള പ്രാപ്തിയില്ല. നമ്മൾ തന്നെ നമ്മെ അടക്കി, ഒടിച്ചു മടക്കി പെട്ടിയിലാക്കി വെക്കുക. എനിക്ക് കഴിവില്ല, എനിക്ക് അതറിയില്ല, എനിക്ക് വചനം അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല, പാടാൻ അറിയില്ല, എഴുതാൻ അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, പിന്നെ എന്തറിയാം? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു, എൻ്റെ നേട്ടം എന്ന് പറയുന്നത്, എൻ്റെ പ്രാപ്തി എന്ന് പറയുന്നത്, ഞാൻ നേടി എന്ന് പറയുന്നത് അതെൻ്റെ കഴിവല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ പിതാവാം ദൈവത്തിൻ്റെ ദാനമാണ്. സമം അത് ദൈവ കൃപയാണ്. അതിനൊരു ഭാഷാന്തരം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകാം: ദൈവ കൃപയുള്ള ആർക്കും ദൈവം ഒരു മെച്യൂരിറ്റി തന്നിട്ടുണ്ട്, ഒരു പക്വത തന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കുവാനുള്ളൊരു പക്വത തന്നിട്ടുണ്ട്, കൊടുക്കുവാനുള്ളൊരു പക്വത, കഴിവ്, പ്രാപ്തി ദൈവം തന്നിട്ടുണ്ട് എന്തെല്ലാം കാര്യത്തിൽ. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ശരിയായ പക്വത, ഒരു പ്രാപ്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നാൽ മറുവശത്ത് കഴിവ്, കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ നാം നമ്മെ തന്നെ ട്രെയിൻ ചെയ്ത് ചിലതിനെ അടക്കി വെച്ച്, ചിലതിനെ കുഴിച്ചിട്ട്, ചിലതിനെ രൂപപ്പെടുത്തിയെടുത്ത് ഉണ്ടാക്കുന്ന ചില കഴിവുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരേപോലെ എൻ്റെ കഴിവും എൻ്റെ പ്രാപ്തിയും ദൈവനാമ മഹത്വത്തിന് നിദാനമാകണം. അതാണ് ദൈവനാമം മഹത്വപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഞാനൊരു വിഷയത്തിലേക്ക് പോകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ ചാപ്റ്റർ ഓഫ് മെച്യൂരിറ്റി എന്ന് പറയുന്നത് 131 സങ്കീർത്തനമാണ്. ആ ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. 131 സങ്കീർത്തനത്തെയാണ് മെച്യൂരിറ്റിയുടെ അധ്യായം എന്ന നിലയിൽ പറയുന്നത്. വളരെ ചെറിയ ഒരു വേദഭാഗം മാത്രമാണ്, വലിയ നീളമൊന്നുമില്ല, വളരെ ചെറിയൊരു വേദഭാഗം. അതിലേക്ക് നോക്കുക. ഒരു ചെറിയ യാചനയുടെ ഒരു വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 131 സങ്കീർത്തനം. ഇറ്റ് ഇസ് എ ചാപ്റ്റർ ഓഫ് മെച്യൂരിറ്റി. എന്താണ് അവിടെ പക്വതയുടെ ആശയങ്ങൾ എഴുതിയിരിക്കുന്നത്? എല്ലാ ദൈവമക്കളും ഒന്ന് ശ്രദ്ധിച്ച് 131 അധ്യായം. അതിൽ ഓരോ വാക്യങ്ങളും പക്വതയുമായിട്ട് റിലേറ്റായി പറയുന്നു. ഒന്ന്, യഹോവേ എൻ്റെ ഹൃദയം, എല്ലാവരും ആ ഭാഗത്തോടൊന്ന് കടന്നു പോകുക. യഹോവേ എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല. ശരിയായ പക്വതയുടെ ഒന്നാമത്തെ അടയാളം അഹങ്കാരമില്ലാത്ത ഒരു ഹൃദയം. ഇനി രണ്ടാം നോക്കുക. ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല, എനിക്ക് യാതൊരു നിഗളവുമില്ല. ശരിയായ പക്വതയുടെ, സ്പിരിച്വൽ മെച്യൂരിറ്റിയുടെ മറ്റൊരു ചിത്രം ഇതാണ്: ഒരു നിഗളവുമില്ല. ദൈവം എന്നെ ഉയർത്തും,
ദൈവം എനിക്ക് നൽകും, അനേക അനുഗ്രഹങ്ങൾ നൽകും, സൗന്ദര്യം നൽകും, പണം നൽകും, പ്രശസ്തി നൽകും, നല്ല ഭവനം നൽകും, എനിക്ക് നല്ല കുടുംബം നൽകും, നല്ല തലമുറകളെ നൽകും, അവരെയൊക്കെ ദൈവം ഉയർത്തും. എങ്കിലും ദൈവസന്നിധിയിൽ ഈ ലോകത്തിൻ്റെ മുഖത്ത് ഞാൻ നിഗളിക്കുന്നില്ല. അതാണ് എന്നിലെ പക്വത എന്ന് പറയുന്നത്. അടുത്തത്, ഞാൻ എൻ്റെ ബുദ്ധിക്ക് എത്താത്ത വലിയ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ, എനിക്കറിയാത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല, എനിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളിലൊന്നും എനിക്ക് ഇടപെടാൻ കഴിയുന്നില്ല. മറുവശം, എനിക്ക് അറിവുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെടും. എന്താണ് എനിക്കറിയാൻ കഴിയുന്നത്? കർത്താവേ, നിന്നെക്കുറിച്ച് അറിയാമെങ്കിൽ ഞാനത് പറയും. പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും. കൊടുക്കുന്നതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഞാനത് ചെയ്യും. അല്ലാതെ എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചോ, എന്നെ ബാധിക്കാത്ത വിഷയങ്ങളെക്കുറിച്ചോ, എന്നെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചോ, ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത വിഷയങ്ങളിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. പക്വതയുടെ മറ്റൊരു തീർത്ഥനം. ഇനി എൻ്റെ പ്രാണനെ ഞാൻ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. എൻ്റെ ഒരു മറ്റൊരു ഭാഗം ഇങ്ങനെ പറയാം, ഞാൻ എന്നെ തന്നെ താലോലിച്ച് അതിനോട് പറയാണ്, നീ മിണ്ടരുത്. എൻ്റെ ജീവിതത്തെ ഞാൻ തന്നെ താലോലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് കയർത്തല്ല, ദേഷ്യത്തോടെയല്ല, താലോലിച്ചു. മകനെ, ഇത് നിന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഇത് നിനക്കുള്ള സബ്ജക്റ്റ് അല്ല, ഇത് നിന്നെ വേദനിപ്പിക്കുന്ന വിഷയമാണ്, ഇത് ദൈവത്തിന് ദുഃഖമുള്ള വിഷയമാണ്. അതുകൊണ്ട് നീ ഇവിടെ മിണ്ടരുത്, നീ ഇവിടെ ഒന്നും സംസാരിക്കരുത്, നീ അതിൽ ഇടപെടരുത്, നീ നിശബ്ദമായിരിക്കുക. ഞാൻ എന്നോട് തന്നെ പറയുന്നു. അതിന് മറ്റൊരു ഭാഗം ഞാനിങ്ങനെ പറയാം, എന്നിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനോട് പറയുന്നു, നിനക്ക് ചെയ്യാൻ പാടില്ലാത്ത, പ്രവർത്തിക്കാൻ പാടില്ലാത്ത, നിനക്ക് ചെല്ലാൻ അനുവാദമില്ലാത്ത, പ്രവർത്തിക്കാൻ അനുവാദമില്ലാത്ത കാര്യമാണിത്. അതുകൊണ്ട് നീ ആ വിഷയത്തിലേക്ക് പോകരുത്. അതിൻ്റെ അർത്ഥം ഞാൻ പിന്നീട് പറയും. ഞാൻ ആ ഭാഗം തിരിക്കട്ടെ. ഇനി അടുത്ത എഴുതിയിരിക്കുന്നു നോക്കുക, തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ഇരിക്കും. നോക്കുക, ഒരു കുട്ടി, മുലകുടി മാറിയ ഒരു കുട്ടി അമ്മയുടെ മടിയിൽ എങ്ങനെ വിശ്രമിക്കും? വളരെ ക്യൂട്ടായിട്ട് അടങ്ങി. അതിനെ ഒന്നും ബാധിക്കുന്നില്ല. ലോകത്തിലെ വിഷയങ്ങളൊന്നും അതിനെ ബാധിക്കുന്നില്ല. ചുറ്റുപാടുള്ള സബ്ജക്റ്റുകളൊന്നും അതിനെ ബാധിക്കുന്നില്ല. അവിടെയുള്ള ശബ്ദങ്ങളൊന്നും അതിനെ ബാധിക്കുന്നില്ല. ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകൾ, ഇവിടുത്തെ തീരുമാനങ്ങൾ, ഇതൊന്നും അദ്ദേഹത്തെ വായിക്കുന്നില്ല. ആ അമ്മയുടെ കയ്യിൽ നിശബ്ദമായ കുട്ടി കിടക്കുന്നത് പോലെ ഒരു ദൈവ പൈതൽ കർത്താവിൻ്റെ കയ്യിൽ നിശബ്ദനായിരിക്കുക, അടങ്ങിയിരിക്കുക. ദൈവസ്നേഹത്തിൽ, ദൈവകൃപയിൽ, നേരത്തെ പറഞ്ഞതുപോലെ ദൈവം തന്ന പ്രാപ്തിയായ ആ ദൈവകൃപയിൽ നിറഞ്ഞ് നിശബ്ദമായിരിക്കുക. ഒരു കുട്ടി അമ്മയുടെ ആ മടിയിൽ കിടക്കുന്നത് പോലെ നിശബ്ദമായിരിക്കുക. അത് മറ്റൊരു വിഷയം. ഒടുവിൽ എഴുതിയിരിക്കുക, ഇസ്രായേലേ, ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനോട് പറയണം, ഇന്നു മുതലുള്ള ദിവസങ്ങളിലെല്ലാം നീ ഒരു കാര്യം ചെയ്യണം. ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ നിശബ്ദതയോടെ ദൈവസന്നിധിയിലായിരിക്കും. ഒരു യഥാർത്ഥമായൊരു മെച്യൂരിറ്റിയുടെ ഒരു ചിത്രം നാം അവിടെ വായിക്കുക. എന്ന് പറഞ്ഞാൽ സൈലൻ്റ് ആയിരിക്കുക, നമ്മെ ബാധിക്കാത്ത വിഷയങ്ങളിൽ ഇടപെടരുത്. ഞാനൊരു ദൈവ പൈതലാണ്, ആ വിഷയം എന്നെ ബാധിക്കുന്നതല്ല, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേക യുവ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ വിഷയം പറയാറുണ്ട്. അവരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മനുഷ്യൻ്റെ ശരീരമല്ലേ, നമ്മുടെ ശരീരമല്ലേ, നമുക്ക് മുറിച്ച് കളയാൻ പറ്റുമോ? ഇല്ല. ആ മനുഷ്യ ശരീരത്തിൽ തോന്നുന്ന ആഗ്രഹങ്ങളും മോഹങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ? ഇന്നും ഞാൻ ചില പ്രിയപ്പെട്ടവരോട് സംസാരിച്ച് 4 വിഷയങ്ങൾ പറയട്ടെ. ആത്മീയമായ ശരിയായ ഒരു പക്വതയിലേക്ക് നാം വരുമ്പോൾ നമ്മെ കീഴ്പ്പെടുത്തുന്ന 4 ഘടകങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. നമ്പർ 1 കാമം, നമ്പർ 2 മോഹം, നമ്പർ 3 ആഗ്രഹം, നമ്പർ 4 തീരുമാനം അല്ലെങ്കിൽ താല്പര്യം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പാപത്തിൻ്റെ ലിസ്റ്റിനെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. ഒരുപാട് ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഓരോ ലിസ്റ്റും എഴുതി നോക്കി. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഓരോന്നിൻ്റെയും പുറകിൽ ഈ 4 വിഷയം എഴുതണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കോപം എന്ന് പറയുകയാണെങ്കിൽ കോപത്തിനുമുണ്ട് 4 വിഷയം. അല്ലെങ്കിൽ മദ്യപാനം എന്ന് പറയുകയാണെങ്കിൽ അതിനുമുണ്ട് 4 വിഷയം. 1 കാമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാമം എന്ന് പറഞ്ഞതും മോഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. എന്നാൽ കാമത്തിൻ്റെ ഒരു അർത്ഥം ഞാൻ ഇങ്ങനെ പറയട്ടെ, അതിയായ ഒരാഗ്രഹം, എനിക്കത് ലഭിച്ചേ പറ്റൂ, എനിക്കത് കിട്ടിയേ പറ്റൂ, വേറെ ഒരു ഓപ്ഷനുമില്ല, എനിക്കത് കിട്ടിയേ പറ്റൂ. അതിൻ്റെ മുമ്പിൽ ഈ ലോകത്തിലെ ഒന്നുമില്ല. എൻ്റെ അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഭാര്യയില്ല, മക്കളില്ല. അവരെ കൊന്നാലും അവരെ എന്തെല്ലാം ചെയ്താലും എനിക്കത് ലഭിക്കണമെന്നുള്ള അടങ്ങാത്ത വ്യഗ്രത 1. രണ്ടാമത് മോഹം.
അത്രയും ഇല്ലെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ലഭിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു, എനിക്കത് കിട്ടിയില്ലല്ലോ, അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ. മറ്റേ ആ അതിയായൊരു വ്യഗ്രതയല്ല, എന്നാൽ താഴേക്ക്, അല്പം താഴേക്ക്, അത് കിട്ടിയില്ലല്ലോ, എപ്പോഴും മനസ്സിനെ അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം. മൂന്നാമത് വിഷയത്തിലേക്ക് വരട്ടെ. ആഗ്രഹം. ആഗ്രഹിച്ചിരുന്നു, ചിന്തിച്ചിരുന്നു, ഞാൻ മോഹിച്ചിരുന്നു, ഞാൻ കണ്ടിരുന്നു, പക്ഷേ എനിക്കത് കിട്ടിയില്ല. വർഷങ്ങൾ കഴിഞ്ഞു, ആരും ചോദിക്കുകയാണ്, അന്നത്തെ കാര്യം കിട്ടിയിരുന്നെങ്കിൽ, അത് കിട്ടിയിരുന്നെങ്കിൽ വലിയ ആഗ്രഹം. കാരണം ആ ആഗ്രഹം, അതിനോടുള്ള ആഗ്രഹം കാലങ്ങൾ കഴിഞ്ഞാലും അടങ്ങി നമ്മുടെ ഉള്ളിൽ വർക്കുക. നാലാമത്തെ വിഷയം താല്പര്യം. ഏത് ഉദാഹരണം പറഞ്ഞാലും, ഏത് വിഷയം പറഞ്ഞാലും നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ആ വിഷയത്തോടായിരിക്കും. നോക്കുക, വലിയ കാഠിന്യം, അല്പം ചെറുത്, അല്പം ചെറുത്, അല്പം ചെറുത്. ഇത് ഈ 4 കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഒരു നല്ല പക്വതയിലേക്ക് നാം നടന്നു പോകുമ്പോൾ ഒന്നുകിൽ പിശാച് നമ്മെ ആ കാമത്തിലേക്ക്, അതിയായ ആഗ്രഹത്തിലേക്ക്, മറ്റൊന്നും കാണാൻ കഴിയാത്ത ആഗ്രഹത്തിലേക്ക് നമ്മളെ തള്ളിയിട്ടിട്ട് ഈ പക്വതയെ, ദൈവം തന്ന കൃപയെ, ദൈവം തന്ന കഴിവിനെ, ദൈവം തന്ന മെച്യൂരിറ്റിയെ ദൈവം നശിപ്പിക്കും. ഞാനതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞിങ്ങനെ പോകാം. അതിയായ ആഗ്രഹം, ഏത് വിഷയവും ലോകത്തിലെ ആയിക്കോട്ടെ, മദ്യപാനത്തോടായിക്കോട്ടെ, മയക്കുമരുന്നിനോടാകട്ടെ, മോഷ്ടിക്കുന്നതിനോടായിക്കോട്ടെ, മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നതിനായിക്കോട്ടെ, പ്രേമ വിഷയങ്ങളോടായിക്കോട്ടെ, ഒരു തെറ്റ് ചെയ്തുവെങ്കിൽ പിന്നീട് മനസ്സിലാക്കി ഞാൻ അത് തെറ്റ് ചെയ്തു, അയ്യോ ക്ഷമാപണത്തോടെ മടങ്ങി വന്നെങ്കിൽ, എനിക്ക് അതിയായ ആഗ്രഹം, അതിനോടുള്ള കാമം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ തെറ്റിലേക്ക് വീണുപോയി മടങ്ങി വന്നെങ്കിലും കാലം എത്ര കഴിഞ്ഞാലും ഈ ആളുകൾ തന്നെ പറയും, അന്ന് അവൻ അത് ചെയ്തതാ, അന്ന് അവൻ അങ്ങനെ പോയതാ, അവൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഞാൻ എത്ര മാനസാന്തരപ്പെട്ടവനായിരുന്നാലും, ഞാൻ എത്ര നല്ലവനായി ഇന്നൊരു തെറ്റും ചെയ്യാതെ ജീവിച്ചാലും ആ പ്രവൃത്തിയുടെ ഒരു റിഫ്ലക്ഷൻ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. രണ്ടാമത് ആഗ്രഹത്തിലേക്ക് വരിക, മോഹത്തിലേക്ക് വരിക, ആഗ്രഹത്തിലേക്ക് വരിക. അതൊക്കെ നമ്മുടെ ജീവിതത്തെ നാം അറിയാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളായിരിക്കും. അതിനെയാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ആദ്യമേ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് ജീവിപ്പീൻ. അർത്ഥം എന്താ? എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഈ 4 കാര്യങ്ങൾ ജഡത്തിന്റെ മോഹങ്ങളാ. ജഡമാ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നീ ഒരു മെച്യൂരിറ്റി ഉള്ളവനാകരുത്, നീ ഒരു നല്ല പ്രാപ്തി ഉള്ളവനാകരുത്, നീ നന്നായിട്ട് പ്രസംഗിക്കരുത്, നീ നന്നായിട്ട് പാടരുത്, നീ നന്നായിട്ട് എഴുതരുത്, നീ നന്നായിട്ട് പ്രാർത്ഥിക്കരുത്, നീ നല്ലൊരു കുടുംബജീവിതം നയിക്കരുത്, നിന്റെ ജീവിതം അങ്ങനെ ആകരുത്. ഇത് പിശാച് പ്രവർത്തിച്ച് പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബജീവിതത്തെ, എൻ്റെ ആത്മീയ ജീവിതത്തെ, എൻ്റെ സുവിശേഷ ജീവിതത്തെ, എൻ്റെ കഴിവുകളെ, ദൈവം തന്ന പ്രാപ്തിയെ ഞാൻ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പിശാച് പറയാ, വേണ്ട, നീ അങ്ങനെ ഉപയോഗിക്കരുത് എന്ന് വെച്ച് ഈ 4 വിധേന അവൻ നമ്മെ പരീക്ഷിക്കാം. അതിൻ്റെ മധ്യത്തിൽ നമുക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് അവിടെ വായിക്കുന്നുണ്ട്, പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ ഈ സംസാരിക്കുന്ന കുട്ടികളോട് പറയും, നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന വിഷയങ്ങൾ ഇതാണെങ്കിൽ മുട്ടിന്മേൽ നിൽക്കുക. നിങ്ങൾ ആ വിഷയം ഒരു പേപ്പറിൽ എഴുതി അതിൻ്റെ പുറത്ത് കൈവച്ചിട്ട്, കർത്താവേ, ഞാൻ എഴുതിയിരിക്കുന്ന വിഷയമാണ് എന്നെ മാനസികമായി അലട്ടുന്നത്, എൻ്റെ ആ പക്വതയെ നശിപ്പിക്കുന്നത്, എൻ്റെ ആ വിശ്വാസത്തെ നശിപ്പിക്കുന്നത്, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിക്കുന്നത്. കർത്താവേ, അതിലേക്ക് വീണു പോകുവാൻ നീ എന്നെ ഇടയാകരുത്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞോളൂ, ആത്മാവേ, ഞാൻ അങ്ങേ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ നിയന്ത്രിച്ചാട്ട്, അവിടുന്ന് എന്നെ നിറച്ചാട്ട്, ഞാൻ അതിലേക്ക് വീണു പോകുവാൻ ഇടയാകരുതേ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ഒരു ചെറിയ താല്പര്യം പോലും ക്രിസ്തീയ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത വിഷയങ്ങൾക്ക് പുറകിൽ ഉണ്ടാകരുത്. ഇനി ഞാൻ പക്വതയിലേക്ക് തന്നെ കടന്നു വരട്ടെ. എന്താണ് പക്വത? ഞാൻ ചില പോയിന്റ്സുകൾ ഓടിച്ച് പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. നമുക്കുണ്ടാകേണ്ടുന്ന പക്വത, ആ മെച്യൂരിറ്റി എന്തൊക്കെയാണ്? നമ്പർ 1, പ്രാർത്ഥനയിലെ പക്വത. പ്രാർത്ഥനയിലെ പക്വത എന്തൊക്കെയാണ്? പ്രാർത്ഥനയെ സംബന്ധിച്ച് കർത്താവ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥനയെക്കുറിച്ച് കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വലിയവനായ ദൈവം അവിടെ പറയുന്നുണ്ട്. 4-ാം അധ്യായം 2-ാമത്തെ വാക്യം, കൊലോസ് ലേഖനം 4-ാമത്തെ അധ്യായം 2-ാം വാക്യം അവിടെ വായിക്കുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പേൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പേൻ. പ്രാർത്ഥനയിലെ പക്വത എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചു? കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒറ്റ സെന്റൻസ് തീർന്നു. അത് പക്വതയല്ല. പ്രാർത്ഥനയിലെ പക്വത എന്ന് പറഞ്ഞാൽ ബി ദേർ ഇൻ പ്രയർ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വന്ന് അങ്ങോട്ട് പറഞ്ഞ്, കർത്താവേ കേട്ടോ, കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, തന്നേക്കണേ, ടാറ്റാ ബൈ ബൈ. അതല്ല പ്രാർത്ഥനയിലെ പക്വത.
എനിക്ക് ഈ വിഷയം ലഭിച്ചേ പറ്റൂ, എനിക്ക് ഈ ആഗ്രഹം നിവർത്തിച്ചേ പറ്റൂ. ചില കുട്ടികൾ ചോദിച്ചു, അങ്കിൾ ഞങ്ങളുടെയൊക്കെ നല്ല പ്രായം എത്തിക്കൊണ്ടിരിക്കുന്നു, നാളെ ഒരു വിവാഹ ജീവിതം ഞങ്ങൾക്ക് തരുന്നെങ്കിൽ എനിക്കുള്ള തുണയെ ദൈവം ഒരുക്കിയതിനെ എങ്ങനെ കണ്ടെത്തും? ഞാൻ പറഞ്ഞു, റോഡെ ഇറങ്ങി ഓടിയാലൊന്നും കാണത്തില്ല. നിങ്ങളുടെ വീട്ടിൽ മുട്ടിന്മേൽ നിൽക്കെ, ദൈവസന്നിധിയിൽ മുട്ടുകുത്തി കരയാൻ തുടങ്ങിക്കെ, ദൈവമേ എൻ്റെ ഭവനത്തിൽ അവിടുന്ന് കൊണ്ടുതരുന്ന ഒരു പുരുഷനെ ദൈവഹിതപ്രകാരമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അതിനെ യേശു പറയാൻ എന്നെ അനുവദിക്കണം. എൻ്റെ മനസ്സിനോട് നീ സംസാരിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമുക്കറിയാം, അബ്രഹാമിൻ്റെ മകൻ എലിയാസറിനെ തൻ്റെ മകന് വേണ്ടി ഒരു പെണ്ണാലോചിക്കാൻ പറഞ്ഞു വിട്ടപ്പോൾ, റെബേക്കയുമായിട്ട് വന്നപ്പോൾ ഇസഹാക്ക് ചെയ്തത്, അവൻ വെളിമ്പ്രദേശത്ത് അല്പം പോയിരുന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തായിരിക്കും അവൻ പ്രാർത്ഥിച്ചത്? ദൈവമേ, അവൻ പോയി കണ്ടവണ്ണങ്ങളെയൊന്നും വിളിച്ചുകൊണ്ട് വരാനിടയാകരുത്, സൗന്ദര്യമുള്ളതിനെയും കഴിവുള്ളതിനെയും പ്രാപ്തിയുള്ളതിനെയും ഒന്നും കൊണ്ടുവരുവാനിടയാകരുതേ. നീ എനിക്ക് വേണ്ടി ഒരുക്കിയതിനെ, നീ എനിക്ക് വേണ്ടി തന്നതിനെ കൊണ്ടുവരുവാൻ ദൈവമേ നീ പ്രവർത്തിക്കണമേ. അബ്രഹാമിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇസാഖിന്റെ മുമ്പിൽ വന്നു. ഇസാഖ്, എഴുന്നേറ്റാട്ട്, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നിന്റെ ഭാര്യയാകാൻ പോകുന്ന സഹോദരി വന്നിരിക്കുന്നു. അവൻ എഴുന്നേറ്റ് കണ്ടു. അവരുടെ ജീവിതം അവിടെ ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ ഉറച്ചിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരും. ഇനി ഒന്നുകൂടെ പറഞ്ഞ ആ വിഷയം അവസാനിപ്പിക്കാം, സമയമില്ലല്ലോ. മറ്റുള്ളവരൊക്കെ പറയും, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു സന്തോഷമുണ്ടാകും, ലോകമെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഇനി ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ലോകത്തിലെ അനേകർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ സുഖമായി കിടന്നുറങ്ങാം, എല്ലാവരും എനിക്ക് വേണ്ടി അതാണോ ദൈവവചനം പറയുന്നത്? അല്ല, ഞാനാണ് ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കേണ്ടത്. ലോകമെങ്ങും പ്രാർത്ഥിച്ചോട്ടെ, അനേകരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ, പക്ഷെ ഞാൻ എത്രത്തോളം ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കുന്നുവോ അത്രത്തോളമായിരിക്കും ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മകൾ, പക്വതയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരുന്നത്. ഒരു വേദഭാഗം കൂടെ ചേർത്ത് വായിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? അറിയാവുന്ന വേദഭാഗങ്ങളാണ്. ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. ചിലരോടൊക്കെ ഇന്നലെ പ്രാർത്ഥിച്ചേതാന്ന് ചോദിച്ചാൽ പറയാ, മെനഞ്ഞാന്ന് പ്രാർത്ഥിച്ചോ? ഇന്ന വിഷയം പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നോ? പ്രാർത്ഥിച്ചിരുന്നുവോ? പ്രാർത്ഥിച്ചെന്നാ തോന്നുന്നേ, അറിയില്ല. പ്രാർത്ഥിച്ചായിരിക്കും, പിന്നെ പ്രാർത്ഥിക്കാതിരിക്കത്തില്ലല്ലോ. അന്ന് പറഞ്ഞല്ലേ, പ്രാർത്ഥിക്കുമായിരിക്കും. അതാന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കുക, ഒരു വിഷയം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ലഭിച്ചെങ്കിൽ, നമ്മുടെ വ്യക്തിപരമായ വിഷയമാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കോട്ടെ, ഭർത്താവിൻ്റെ വിഷയമാകട്ടെ, ഭാര്യയുടെ വിഷയമാകട്ടെ, സഭയുടെ വിഷയമാകട്ടെ, അയൽപക്ക വിഷയമാകട്ടെ, രാഷ്ട്രത്തിൻ്റെ വിഷയമാകട്ടെ, പ്രാർത്ഥിക്കാൻ ലഭിച്ചെങ്കിൽ ആദ്യം ചെയ്യേണ്ടുന്നത്, പറ്റുന്നെങ്കിൽ ഒരു ഡയറി എടുത്ത് നമ്മുടെ പ്രെയർ ബുക്കിൽ അത് എഴുതിയിട്ട് ആ വിഷയം എപ്പോഴെങ്കിലും ഓർക്കുമ്പം ദൈവത്തോട് പറയാം. അങ്ങനല്ല, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ഇടവിടാതെ ആ വിഷയം പറയണം, ഇടവിടാതെ പറയണം. പലപ്പോഴും ചിലര് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ ചില വിഷയങ്ങളൊക്കെ രോഗികളെ കുറിച്ച് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ദീർഘമാസങ്ങൾ പ്രാർത്ഥിക്കും. ചില മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ആ മനുഷ്യൻ എപ്പോഴോ മരിച്ചുപോയി, പക്ഷെ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ വ്യക്തിയുടെ പ്രത്യാശ എവിടെയോ മറ്റേ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ബലം പ്രാപിക്കുന്നുണ്ടാകും, പക്ഷെ അദ്ദേഹം മരിച്ചുപോയത് അറിഞ്ഞിട്ടുണ്ടാകില്ല. അതാണ് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഒറ്റ പ്രാർത്ഥനയിൽ ഒരു വിഷയം 100 തവണ പറയാനല്ല, ജൽപ്പനം പാടില്ല. ഒരു വിഷയം ഒരു പ്രാർത്ഥനയിൽ ഒരു തവണ പറയാം. കുറച്ച് കഴിഞ്ഞ സമയം കിട്ടുമ്പോൾ വീണ്ടും വരിക, ആ വിഷയം ദൈവസന്നിധിയിൽ വീണ്ടും പറയുക. പല കാര്യങ്ങൾ ചെയ്യുക, സമയം കിട്ടുമ്പോൾ പിന്നെയും വരിക, പിന്നെയും ആ വിഷയം ദൈവത്തോട് പറയാം. ഒരു കുട്ടി എന്നോട് പറഞ്ഞൊരു കഥ, ഒരു ചരിത്രം ഇതാണ്. അങ്കിളെ, ഞാൻ ഒരു ദിവസം മിനിമം ഒരു 50 തവണയെങ്കിലും എൻ്റെ വിഷയം ദൈവത്തോട് പറയും. അത് തന്നെ റിപ്പീറ്റ് പറയും, പറഞ്ഞുകൊണ്ട് പോകും. ബസ്സിലിരിക്കുമ്പോഴും സ്കൂളിലിരിക്കുമ്പോഴും പറയും. ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നതെന്നറിയാമോ? കർത്താവിൻ്റെ മുമ്പിൽ വലിയൊരു ബാസ്ക്കറ്റ് ഇരിപ്പുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയെല്ലാം ഒരു പേപ്പറിനകത്ത് എഴുതി അവിടെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അപ്പോൾ കർത്താവ് അവിടെ ഇരിക്കുമ്പോൾ ചിന്തിക്കുന്നു, ഈ ബാസ്ക്കറ്റിലുള്ള പ്രാർത്ഥന ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ വിഷയങ്ങൾ ഓരോന്നെടുത്തങ്ങ് പരിഹരിച്ചേക്കാമെന്ന് വയ്ക്കുമ്പോൾ, ഒന്നാമത്തെ വിഷയം എടുക്കുമ്പോൾ എൻ്റെ വിഷയമാണ്, ഇത് പിന്നെ മതി, മാറ്റിവെച്ചു. രണ്ടാമത്തെ എടുക്കുമ്പോഴും എൻ്റെ വിഷയമാണ്, മൂന്നാമത്തെ എടുക്കുമ്പോഴും എൻ്റെ വിഷയമാണ്, നാലാമത്തെ എടുക്കുമ്പോഴും എൻ്റെ വിഷയമാണ്. അപ്പോൾ ദൈവം ചോദിക്കും, ഇതെന്താ ഈ കൊച്ചിൻ്റെ വിഷയം മാത്രമേ ഉള്ളൂ?
അപ്പോൾ ദൂതന്മാരപ്പുറത്ത് നിന്ന് പറയും, ദൈവമേ, ഈ കുട്ടിയാണ് ഭൂമിയിൽ നിന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അത്രയും പ്രാർത്ഥിക്കുന്ന ആരുമില്ല. അപ്പോൾ ദൈവം പറയും, എന്നാൽ ആ കുട്ടിയുടെ വിഷയം അങ്ങ് സാധിപ്പിച്ചു കൊടുക്കാം. ഇങ്ങനെ സ്വർഗത്തിലുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല എങ്കിലും ഒരു വസ്തുത ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പറയട്ടെ. നിങ്ങൾ ഇടവിടാതെ നിങ്ങളുടെ വിഷയവുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്നാൽ പിന്നെ ആ വിഷയത്തിന് മറുപടി കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കർത്താവുണ്ട് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ആ അന്ധനെ കണ്ടിട്ട് കർത്താവ് അങ്ങ് നടന്നുപോയി. ആൾക്കാർ പറഞ്ഞു, ഡേയ് ഇനി കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കർത്താവ് നടന്നുപോയി, ഇനി നീ എന്തിനാ കരയുന്നേ, കർത്താവ് പോയി. എന്നാ പിന്നെ പോട്ടെ, ഇനി എപ്പോഴേലും വരുമ്പോഴാട്ട്. അവൻ പിന്നെയും യാചിക്കാൻ തുടങ്ങിയില്ല. അവിടെ വായിക്കുന്നത് ദേവാലയത്തിന്റെ പടിവാതില. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര, അങ്ങ് പോയല്ലോ, കേൾക്കണമല്ലോ. അവിടെ വായിക്കുന്നത് അങ്ങ് നടന്നുപോയ കർത്താവ് അവിടെ നിന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ആ വിളിക്ക് കർത്താവിന്റെ കാൽ അവിടെ സ്റ്റോപ്പായി. നയിലെ വിധവയുടെ അടുക്കൽ കർത്താവ് വരുന്നു. പോകുമ്പോൾ മഞ്ചലിൽ ആകമ്പാടുള്ള ഒരു കുട്ടിയുടെ ശവശരീരവുമായിട്ട് തള്ളിക്കൊണ്ട് പോവുക. ഇനി അവക്കാരുമില്ല. വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് യോഗം കൂടി കട്ടൻ കാപ്പിയും കുടിച്ച് വന്ന് പിന്നെ ആലോചിക്കാം, അല്ല, ആ മഞ്ചലിൻ്റെ അടുത്ത് വന്ന് നിന്നു. എന്തോ വിഷയം? ആകപ്പാടുള്ള കുട്ടിയാ. അവിടെ കർത്താവ് വന്നിട്ട് ആ കുട്ടിയോട് പറയുന്നു, മോനെ എഴുന്നേറ്റാട്ടെ. അതിൻ്റെ മറുവശം ഞാൻ ഇങ്ങനെ പറയാം. ആ കുട്ടി ഉടനെ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു തുടങ്ങി. മരിച്ചാൽ ഉടനെ എഴുന്നേറ്റിരുന്ന് സംസാരിക്കത്തില്ല. ഇവൻ പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റിട്ട് സംസാരിക്കുക. കുറേ നേരമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത് പോലെ അങ്ങ് സംസാരിക്കുക. ഞാൻ അതിൻ്റെ ഒരു ചിന്ത ഇങ്ങനെ പറയട്ടെ, അതായിരിക്കും ശരിയെന്ന് ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു. ഈ പയ്യൻ മരിച്ചു കിടക്കുക, ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അല്പം മുമ്പ് ഈ കർത്താവ് പിതാവിനോട് പറഞ്ഞിട്ടുണ്ടാകും, പിതാവേ, ഞാൻ ആ മകൻ മരിച്ചുപോയി, ഞാൻ അവനെ ഉയർപ്പിക്കാൻ പോകുക, അവൻ്റെ ആത്മാവ് നിന്റെ കയ്യിലാണ്, ഇനി തന്നേക്കാമെങ്കിൽ ഞാൻ അവിടെ കൊണ്ട് കൊടുക്കാം, ഉയർപ്പിച്ചോളാം. പിതാവെ, ആത്മാവിനെ ഇനി തന്നിരുന്നെങ്കിൽ ആ പിതാവ് തൻ്റെ മകൻ്റെ അപേക്ഷ കേട്ട ആത്മാവിനെ എടുത്തു കൊടുത്തു. ഇപ്പോൾ കർത്താവിൻ്റെ കയ്യിൽ തൻ്റെ ആത്മാവുമായിട്ട് വരിക. ഈ കർത്താവ് ഈ ആത്മാവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ശരീരം അവിടെ കിടക്കുക, കുഴിച്ചിടാൻ കൊണ്ടുപോവുക. ഈ ആത്മാവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ചു വന്ന് ആ മഞ്ചലിൻ്റെ അടുക്കൽ വന്ന് ഈ ആത്മാവിനെ അവനിൽ നൽകി, അവൻ്റെ പ്രാണനെ അവിടുന്ന് അതിലേക്ക് നൽകിയപ്പോൾ ഇത്രയും നേരം കർത്താവും ആത്മാവും സംസാരിച്ചു കൊണ്ടിരുന്നതിൻ്റെ ബാക്കി ഭാഗം ആ ശരീരത്തിൽ ആ ജീവനും ആത്മാവും കയറിയിട്ട് ആ ശരീരം സംസാരിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ അത്ഭുതം. ദൈവത്തിന് സ്തോത്രം. ലാസർ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി, അത്രേ അറിയൂ. മെഡിക്കൽ പഠിക്കുന്നവരോട് ചോദിക്കണം, 4 ദിവസമായി ഒരു ശരീരം സംഭവിച്ചാൽ ആ ശരീരത്തിന് സംഭവിക്കുന്ന പ്രത്യേകത എന്താ? 4ാമത്തെ ദിവസമാകുമ്പോഴേക്കും ആ മനുഷ്യനൊന്നും ഏറിയ നിൽക്കാൻ പറ്റത്തില്ലെന്നേ, അത്ര ബുദ്ധിമുട്ടാണ്. കോശങ്ങൾ മുഴുവൻ ചത്തു തുടങ്ങും. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഒരു സാധനം പോലും നല്ലതെന്ന് പറയാനില്ലാതെ നശിച്ചു. അങ്ങനെ നശിച്ച് ജീർണിച്ച് ഊതി വീർത്ത് നാറ്റം വമ്പിച്ചിരിക്കുമ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്, ലാസറേ. ദൈവത്തിന് സ്തോത്രം. ലാസറേ, പുറത്തു വാ. ആ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് ദൈവം നൽകിയ പ്രാണനും ഒരുമിച്ച് ചേർന്ന് ആ ശരീരത്തിലേക്ക് ചെന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ചത്തുപോയ കോശങ്ങൾ രൂപപ്പെട്ടു. ദൈവം എന്ത് ചെയ്തു? 0 പ്രാപ്തിയുള്ള, ഒരു പ്രാപ്തിയുമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത, നശിച്ചു പോയിരുന്ന ശവശരീരത്തെ ദൈവം പ്രാപ്തിയുള്ളതാക്കി. ലാസർ നടന്നു കയറി ഇവിടെ വന്നു. അവൻ്റെ കെട്ടഴിച്ചാട്ടെ. എല്ലാവരും നോക്കിയിരിക്കുകയാണ്. ലാസറെ പുറത്തു വിളിക്കാന്ന് വരിക എന്ന് പറയുമ്പോൾ സകല ജനവും ആ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം വരും. അവിടെ വായിക്കുന്നത് കർത്താവ് എങ്ങോട്ട് നോക്കിയെന്ന്? കല്ലറയ്ക്കകത്തോട്ടല്ല, കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി. എങ്ങോട്ട് നോക്കിയാലേ കിട്ടത്തുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുവരെ ആവശ്യങ്ങൾ അനേകമാണ്. ഈ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒന്നും കിട്ടുകയല്ല. വിഷയം ഇവിടെയാണെങ്കിലും നോക്കേണ്ടത് സ്വർഗത്തിലേക്കായിരിക്കണം. കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി, അല്ലെങ്കിൽ ആ കൂടിയിരിക്കുന്ന ജനങ്ങൾ മുഴുവനും കല്ലറയിലേക്ക് നോക്കിയപ്പോൾ കർത്താവ് മാത്രം സ്വർഗത്തിലേക്ക് നോക്കി. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പറയട്ടെ, നമ്മുടെ സുഹൃത്തുക്കള്, സ്നേഹിതര്, നമ്മുടെ സമൂഹം, ഈ ലോകം, എല്ലാവരും ആ കല്ലറയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് എനിക്ക് സഹായം വരുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ. അതാണ് പ്രാർത്ഥനയുടെ പക്വത. രണ്ടാമത്,
നമുക്കറിയാവുന്ന വിഷയമാണ് വിശ്വാസത്തിൻ്റെ പക്വത. വിശ്വാസത്തിന് പക്വത വേണം. വിശ്വസിക്കുന്നു. എങ്ങനെ വിശ്വസിക്കുന്നു? ദൈവം തരുന്നെങ്കിൽ തരട്ടെ. തരുമായിരിക്കും, തരും, തരാതിരിക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, അത് വിശ്വാസമാണോ? അത് വിശ്വാസമല്ല. ഒരു വാക്യം, 1 കൊരിന്ത്യർ 13-ാം അധ്യായം 11-ാമത്തെ വാക്യം, 1 Corinthians chapter 13 verse 11. അവിടെ വായിക്കുന്നത്, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. എന്നാൽ ഞാൻ പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ശ്രദ്ധിക്കണേ, ഞാൻ ശിശുവായിരുന്നപ്പോൾ, ഞാൻ പുരുഷനായപ്പോൾ. ദൈവമക്കളെ, നമ്മളിപ്പോൾ ശിശുവാണോ മെച്ചുറുള്ള ഒരാളാണോ? പുരുഷനാണ്. നമ്മുടെ പ്രായത്തെക്കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. നമ്മുടെ ആത്മീയ അവസ്ഥ ശിശുവാണോ ഒരു മെച്ചുർ അവസ്ഥയാണോ? നമുക്ക് പ്രായം 60, 70, 80, 100 കണ്ടെന്ന് വരാം. ഇപ്പോഴും ശിശുവാണെങ്കിൽ ആ ബാലിശമായ പാല് മാത്രം കുടിച്ച് നിൽക്കുന്ന ഇത് പോരാ. ഞാൻ മെച്ചുറായപ്പോൾ, ദൈവം എനിക്കൊരു ആത്മീയമായ പക്വത തന്ന് എന്നെ ശക്തിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ, ആ ശൈശവ കാലഘട്ടത്തെ വിട്ടുകളഞ്ഞ് ഞാനിപ്പോൾ മെച്ചുറായി. എൻ്റെ വിശ്വാസം എന്താണെന്നറിയാമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ഇതിലൊക്കെ ജയം പ്രാപിക്കും. വിശ്വാസത്തിൻ്റെ ആ പക്വത എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആദ്യം അറിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചെറിയ വിശ്വാസം, അമ്മ പറഞ്ഞ വിശ്വാസം, സഭയെന്ന് കേട്ട വിശ്വാസം, സൺഡേ സ്കൂളിൽ പഠിച്ച വിശ്വാസം, അങ്കിള് പറഞ്ഞു, അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ ആ ചേട്ടൻ പറഞ്ഞു, ആ സാറ് പറഞ്ഞു, അതാണ് ബാലിശമായ. എന്നാൽ വളർന്നു വരുമ്പോൾ ആ വിശ്വാസത്തിൽ എനിക്ക് അനേക ആത്മീയ പുരോഗതി നേടാൻ കഴിഞ്ഞപ്പോൾ ഇപ്പം പറയുന്നത് എന്താണെന്നറിയാമോ? അങ്കിള് പറഞ്ഞു, അമ്മച്ചി പറഞ്ഞു എന്നല്ല, ഞാൻ പറയുന്നു. ഐ നോ ഇറ്റ്. എനിക്ക് മനസ്സിലായി, ഞാൻ തിരിച്ചറിഞ്ഞു. അതാണ് വിശ്വാസത്തിൻ്റെ ഉറപ്പ്. ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് സ്തോത്രം. 3, ഭക്തി. ഞാനെല്ലാം പറയുന്നില്ല. ഭക്തി എന്ന വാക്കിൻ്റെ അർത്ഥം ഭയം എന്നാണ്. ദൈവത്തോട് ഭയമുണ്ടോ? അതിലും വേണം ഒരു പക്വത. എങ്ങനത്തെ ഭയം വേണം? ഞാൻ കുട്ടികളോട് പലപ്പോഴും ചോദിക്കും, ഒരു പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ നമുക്കൊരു കോള് വരുന്നു, നിങ്ങൾ നടക്കുന്ന പാലം പൊട്ടിയിരിക്കുകയാണ്, ഏതു നിമിഷവും താഴെ പോകാമെന്ന് പറയുമ്പോൾ കാലേന്നൊരു ഭയം ഇങ്ങനെ കയറി വരും. ഉയ്യോ, ഈ പാലം താഴെ പോയാൽ ഞാൻ വെള്ളത്തിൽ വീഴും. ഒരു ഭയം, അതൊരു ഭയമാണ്. രണ്ടാമത്, ഒരു വന്യമൃഗം, ഒരു പേപ്പട്ടി നമ്മളെ ഓടിക്കുകയാണെന്ന് കരുതുക. ഏത് മെന്റാലിറ്റിയിലായിരിക്കും ഓടുക? നമുക്കുണ്ടാകുന്ന ഒരു ഭയം. ആ ഭയം കയറിയിട്ട് നമുക്ക് ഓടാൻ പറ്റാത്ത രീതിയിലും സ്പീഡിലും നമ്മൾ ഓടും. കാരണം പേടിച്ചാ ഓടുന്നത്. രണ്ടാമത്തെ ഭയം. ചെയ്യാത്ത കുറ്റത്തിന് അല്ലെങ്കിൽ ചെയ്ത കുറ്റത്തിന് അധികാരികൾ പിടിച്ചിട്ട് നിയമം വരികയാണ്. മിക്കവാറും അടുത്തിരിക്കുന്ന ആൾക്കാർ പറയുന്നു, ഇതിനെ തൂക്കിക്കൊല്ലാൻ വിധിയുണ്ടെന്ന് പറയുമ്പോൾ ഒരു ഭയം. ഞാൻ ചോദിക്കട്ടെ, ഇതാണോ ആത്മീയ ഭയം? ദൈവസന്നിധിയിലെ ഭയം ഇതാണോ? അല്ല. ദൈവസന്നിധിയിലെ ഭയം എന്താണെന്നറിയാമോ? ദൈവം എന്നെ കാണുന്നു എന്ന ഭയം. ദൈവം എന്നെ കാണുന്നു. 3 ബാലന്മാരെ പിടിച്ചിട്ട് തീയിലിട്ടിട്ട് രാജാവ് കരയിൽ കസേരയിട്ട് നോക്കിയിരിക്കും. ഇപ്പം കാണാം കത്തിച്ചാമ്പലാകുന്നത്. അവർ സുഖമായിട്ട് അതിൽ കിടക്കുന്നു. രാജാവ് ചോദിക്കുന്നു, നമ്മൾ 3 പേരല്ലേ ഇട്ടെ, ഈ 4ാമത് ഒരുവൻ എവിടുന്ന് വന്നു? അവനെ കണ്ടിട്ട് അവരുടെ ദൈവത്തെ പോലൊക്കെ ഇരിക്കുന്നു, ഇവൻ എവിടുന്ന് വന്നു? അവരെ തിരിച്ചിറക്കി, ഒന്ന് മണപ്പിച്ചു നോക്കി. തീയുടെ മണം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് പേടിയില്ലായിരുന്നു? ഇല്ല. കാരണം ഞങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അതാണ് ഭയമെന്ന് പറയുന്നത്. അപ്പോൾ രാജാവൊന്ന് കിടുങ്ങി. തീയുടെ നടുവിൽ നിങ്ങളുടെ ദൈവം ഇറങ്ങി വന്നെന്നോ? അതെ. രാജാവ് ഉടനെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഇവരുടെ ദൈവമാണ് ദൈവം, ഇവര് വിശ്വസിക്കുന്ന ദൈവമാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, ആ ധൈര്യം, ആ ഭക്തി നമ്മുടെ ജീവിതത്തിലുണ്ടോ? മറ്റുള്ളവർ മുമ്പിൽ എൻ്റെ ജീവിതത്തിലൂടെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു ഭക്തി, പ്രാർത്ഥനയിലൂടെ ഞാൻ അനുഭവിച്ച യേശുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു ശക്തി, അത് ക്രിസ്തു ജീവിതത്തിൽ ആദ്യമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. യാക്കോബിന്റെ പുസ്തകം 3-ാം അധ്യായം, അതിൻ്റെ 2ാമത്തെ വിഷയം. യാക്കോബിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം. അവിടെ
ശരീര അവയവങ്ങളെക്കുറിച്ച് പറയുന്നു. പ്രധാനമായിട്ടും നാവിനെക്കുറിച്ച് പറയുന്നു. പക്വത എന്ന് പറയുന്നത് നമ്മുടെ ശരീര അവയവങ്ങളെ നിയന്ത്രിക്കാനും പിടിച്ചു നിർത്തുവാനും കഴിയുന്ന ഒരു ഘടകം. എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു കഴിവ്. എൻ്റെ ശരീരത്തെ ആര് നിയന്ത്രിക്കണം? മറ്റുള്ളവരല്ല, ഞാൻ തന്നെ. കർത്താവേ, എൻ്റെ നാവിനെ അവിടെ നിന്ന് നിയന്ത്രിക്കണമേ. നിനക്കിഷ്ടമില്ലാത്തതൊന്നും സംസാരിക്കാനിടയാകരുതേ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും പറയാനിടയാകരുതേ. എൻ്റെ കരങ്ങളെ നിയന്ത്രിക്കണേ. പലപ്പോഴും ചോദിക്കും, അങ്ങളെ ചില സമയത്ത് നമ്മൾ അറിയാതെ അങ്ങ് റിയാക്ട് ചെയ്തു. പ്രാർത്ഥിക്കുക, ദൈവകരങ്ങളിൽ കൊടുക്കുക, ശരീരത്തെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മുടെ മൊത്തത്തിൽ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക, എൻ്റെ കണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവെ, നിനക്കിഷ്ടമില്ലാത്തത് നോക്കുവാനിടയാകരുത്. ഈ മീൻ പിടിക്കുന്ന കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കരയിൽ നിന്ന് ഇങ്ങനെ എറിഞ്ഞു പിടിക്കാം, ചെറിയ കൂരി കാര്യമൊക്കെ കിട്ടും. ഒന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങി ചെറിയ കുറച്ചുകൂടെ ഒക്കെ കിട്ടും. എന്നാൽ നിങ്ങൾ നോക്കുക, അധ്വാനമുള്ള മീൻപിടുത്തം അങ്ങ് പുറം കടലിൽ ചെന്ന് വളരെ അധ്വാനിച്ച് കടലിൽ ചാടി വലയിട്ട് പിടിച്ചുകൊണ്ട് വരുമ്പോൾ വലിയ മീനുകളെ ലഭിക്കും. ഇതെല്ലാം മീൻപിടുത്തമാണ്. പക്ഷേ ഫലകരമായ ഗുണകരമായൊരു മീൻപിടുത്തം എന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങി ചെല്ലുന്ന ഒന്നാണ്. നമ്മുടെ അവയവങ്ങളെ നിയന്ത്രിക്കുന്നെങ്കിൽ നിയന്ത്രിക്കുക, നോക്കാം, ശ്രമിക്കാം, ഇങ്ങനെയല്ല. ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി, അത് സാരമില്ല, ഇനിയും നോക്കാം. കരയിൽ നിന്ന് മീൻ പിടിക്കുന്ന അവയവമല്ല, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേ, പ്രാർത്ഥനയോടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേ. കുറച്ച് അധ്വാനിക്കണം. ശരീരത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ദൈവസന്നിധിയിൽ ക്രൂശിക്കണം. ആ അവയവങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ, കർത്താവേ, എൻ്റെ കൈ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും നമ്മളെല്ലാം ദൈവമക്കളാണല്ലോ, നമ്മുടെ വാക്കുകൾ ദൈവഹിതമല്ലാത്ത രീതിയിൽ വിട്ടുപോകാറുണ്ട്. കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ നമ്മുടെ വാക്കുകൾ കേട്ട് വേദനിക്കുന്നവരുണ്ട്. ഇപ്പോഴും ദുഃഖിച്ചിരിക്കുന്നവരുണ്ടാകാം. നമ്മുടെ കുട്ടികളുണ്ടാകാം, മാതാപിതാക്കളുണ്ടാകാം, ഭാര്യ ഉണ്ടാകാം, ഭർത്താവ് ഉണ്ടാകാം. ആരെങ്കിലും ബോധിപ്പിക്കുക, സഹോദരൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി തീർന്നെങ്കിൽ ആ വ്യക്തിയോട് ഒരു വാക്ക് ക്ഷമ ചോദിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. കർത്താവേ, ഇനി മേലിൽ എൻ്റെ വാക്കുകൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാനിടയാകരുത്. അതിലൊരു മെച്യൂരിറ്റി, ഞാൻ ആദ്യം പറഞ്ഞ കഴിവ്, ട്രെയിൻ ചെയ്യേ. ജീവിതത്തെ, ശരീരത്തെ ഒന്ന് ട്രെയിൻ ചെയ്തേ, കഴിവാക്കി നേടിയെടുത്തേ. നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് നേടിയെടുക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ആ കൈ കൊണ്ട് അനേകരെ കൊന്ന കൈയാണ്. അനേകരെ കൊന്ന കൈയാണ്. വാള് പിടിച്ച് അനേകരെ വെട്ടിക്കൊന്ന കൈയാണ്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ആ കയ്യിൽ ചെന്നപ്പോൾ പിന്നെ അവൻ വാള് തൊട്ടിട്ടില്ല, പിന്നെ അവൻ ഉപദ്രവിച്ചിട്ടില്ല, പിന്നെ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ആ സുവിശേഷത്തെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് കർത്താവിനോട് പറയാണ്, ഇനി ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി, ഞാൻ മരിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി. പൗലോസേ, വാള് വേണോ? നല്ല സൂപ്പർ വാള്, ഒരു വെട്ടിന് 4-5 പേര് കൊല്ലും. നോ, എൻ്റെ കയ്യിലിപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് മതി. ഞാൻ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുക. കർത്താവേ, ബലഹീനതയൊക്കെ ഉണ്ട്, പറ്റുമെങ്കിൽ. അപ്പോൾ കർത്താവ് പറയാണ്, മോനെ, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആ കൃപ പ്രാപിച്ചവൻ കർത്താവിനെ ചേർത്ത് പിടിച്ചു. ദാവീദ് അനേക തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയെങ്കിലും ഗാനങ്ങളിലൂടെ, പാട്ടുകളിലൂടെ കർത്താവിനെ ചേർത്ത് പിടിച്ചു. ആ യുദ്ധത്തിൻ്റെ മധ്യത്തിൽ ദാവീദ് ഇറങ്ങി ചെന്നപ്പോൾ അനേകർ പറഞ്ഞു, മോനെ, നീ പോകരുത്, നീ കൊച്ചു കുഞ്ഞ, നിനക്ക് പറ്റത്തില്ല. രാജാവ് പറഞ്ഞു, ശൗല് പറഞ്ഞു, ചേട്ടന്മാർ പറഞ്ഞു, നിനക്ക് പ്രാപ്തിയില്ല, നീ പോകരുത്. ഇന്ന് നമ്മളോട് പറയും, നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, നീ ചെയ്തിട്ട് എന്ത് കാര്യം, നീ ചെയ്യരുത്, പോകരുത്, നിന്നെ കൊണ്ട് പറ്റുകയില്ല. പലരും പറയും, എനിക്ക് നല്ലൊരു കോഴ്സ് പഠിക്കാൻ കിട്ടി. പലരും, മോളെ പോകരുത്, മോനെ പോകരുത്, നിനക്ക് പറ്റത്തില്ല, നിന്നെ കൊണ്ട് അത് നേടാൻ പറ്റത്തില്ല, നിനക്കത്രയും ബുദ്ധിയില്ല, നിനക്കത്രയും കഴിവില്ല, നിനക്കത്രയും പണമില്ല, നിനക്കത്രയും കഴിവുകളും പ്രാപ്തിയില്ല, നിന്നെ സഹായിക്കാൻ ആരുമില്ല. ഇതാണ് ലോകം പറയുന്നത്. പക്ഷെ അവൻ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു കവിണയും അതിലൊരു കല്ലും വെച്ച് ആ പടക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ആ സമർപ്പണമുണ്ടോ? ആ പക്വത നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇവരുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം കൊണ്ടുമല്ല ജീവിക്കുന്നത്. ജയം വരുന്നത് കുതിരയാലുമല്ല, സൈന്യത്താലുമല്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കല്ലുകൊണ്ട് ഇന്നിവിടെ അത്ഭുതം പ്രാപിക്കും എന്ന വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, പ്രത്യാശയോടെ അവൻ ഒരു ഏറെറിഞ്ഞതേ ഉള്ളൂ. ദൈവം ആ കല്ലിനോടുകൂടെ ഇരുന്ന്
ആ മല്ലൻ്റെ ശിരസിലെത്തിച്ച് അവനെ വീഴ്ത്തി അവൻ്റെ തലവെട്ടി രാജാവിന് മുമ്പിൽ കൊണ്ടു കൊടുത്തപ്പോൾ രാജാവ് അതിശയിച്ചു, നീ ആരാണ്? ഒരു പക്ഷെ അവൻ പറയുന്നുണ്ട്, എൻ്റെ ചേട്ടന്മാരായവർ അല്ല, ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു മകനാണ്. ദൈവത്തിന് സ്തോത്രം. ആ മോശയുടെ ജീവിതത്തിൽ അപകടങ്ങൾ ആപത്തുകളൊക്കെ സംഭവിച്ചുവെങ്കിലും മോശ ദൈവത്തോട് പറയാ, ഇസ്രായേൽ ജനത്തെ നീ കൊന്നുകളയാനാ പ്ലാനെങ്കിൽ, നമ്മളന്നേ പറഞ്ഞ എന്നാ പിന്നെ തീർത്ത് എൻ്റെ പണിയും തീരുമല്ലോ, സുഖം. മോശ പറഞ്ഞ എന്താണെന്നറിയാമോ? കർത്താവേ, ഇസ്രായേലിനെ വെറുതെ വിട്ടേര്. നിനക്കൊരാളെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരെടുത്തം കളഞ്ഞേര്, എന്നെ നശിപ്പിച്ചേര്, അവരെ വെറുതെ വിട്ടേര്. ക്രിസ്തീയമായ പക്വത, ക്രിസ്തീയമായ ഒരു ശക്തി, ഒരു ഉറപ്പ്, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും, കഷ്ടതകൾ വർദ്ധിക്കും, കണ്ണുനീരുകൾ വർദ്ധിച്ചെന്ന് വരാം. ദാസ് മാം ഗുരീശ പറഞ്ഞതുപോലെ നമ്മുടെ തലമുറകളെയൊക്കെ ജയിലിൽ കിടക്കാനും വേദന അനുഭവിക്കാനും ഉപദ്രവം അനുഭവിക്കാനും അടികൊള്ളാനും പീഡിപ്പിക്കപ്പെടാനും ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടുന്നൊരു കാലമാണ്. സുവിശേഷത്തിന് വേണ്ടി ഇതൊക്കെ വരുന്നൊരു സമയമാണ്. ധൈര്യമുണ്ടോ കർത്താവിന് വേണ്ടി അത് നേരിടാൻ? ധൈര്യമുണ്ടോ കർത്താവിന് വേണ്ടി അത് അനുഭവിക്കാൻ? നാം മരിച്ചു പോകുന്നെങ്കിൽ ആ ചോരയിൽ നിന്ന് ദൈവം അനേകരെ ഉയർപ്പിക്കും. കർത്താവെ, അതാണ് നിന്റെ ഹിതമെങ്കിൽ കർത്താവിന് വേണ്ടി അത് അനുഭവിക്കാൻ, അതിനുള്ള പക്വത, അതിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പക്വത, ജീവിതത്തിലൂടെ ദൈവത്തെ ഉയർത്തിക്കാണിക്കാനുള്ള ഒരു പക്വത, പ്രാർത്ഥനയിലെ പക്വത, വിശ്വാസത്തിലെ പക്വത, ഭക്തിയിലെ പക്വത, കൊടുക്കുന്നതിൻ്റെ സൽപ്രവൃത്തിയുടെ എന്തെല്ലാം രീതിയിൽ കർത്താവ് ആ പക്വത. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അടുത്തത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും ദൈവഹിതവും എന്തെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ പൂർണ്ണത പ്രാപിപ്പിൻ. ആ പക്വത നിങ്ങൾ പ്രാപിപ്പിൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ഉറപ്പോടെ, ആ പക്വതയോടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്താം, അതിനായിട്ട് കരയാം. ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില നാളുകൾക്ക് ശേഷം നമുക്ക് ഏവർക്കും ഇപ്രകാരം വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്ന് ദൈവസന്നിധിയിലായിരിക്കുവാൻ, അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാനും ദൈവവചനം ശ്രദ്ധിക്കുവാനുമൊക്കെ ദൈവം നമുക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നാം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നാം ഓർത്തതുപോലെ നാം നിൽക്കുന്നത് കേവലം കൃപയാൽ മാത്രമാണ്. അതുകൊണ്ട് നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ അധികം സൂക്ഷിക്കണം. ഏത് നിമിഷവും വീണ് പോയേക്കാവുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നാം ദൈവഭക്തിയോടെ ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ തക്കവണ്ണം ഉള്ള ഒരു പരിശ്രമം നമുക്ക് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ദൈവകൃപയിൽ നിലനിൽപ്പാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ നിലയിൽ നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മെ തന്നെ അതിനുവേണ്ടി ഒരുക്കാം, നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ അധികമായിട്ട് സഹായിക്കട്ടെ. അനുഗ്രഹീതമായ നിലയിൽ ദൈവവചനം ഇന്ന് നമ്മോട് സംസാരിച്ച കർത്താവ് സന്തോഷ് മാത്യു അവർക്കുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. വരും ദിവസങ്ങളിലും അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ദൈവനാമഹത്വത്തിനായിട്ട് ചെയ്യുവാൻ തക്കവണ്ണം പ്രിയദാസനെ ദൈവം എടുത്തുപയോഗിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, അനുഗ്രഹീതമായ ഗാനങ്ങൾ ഇന്ന് നമുക്ക് വേണ്ടി ആലപിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വരും ദിവസങ്ങളിൽ ദൈവം വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകൾ, അവസരങ്ങൾ ദൈവം നിങ്ങൾക്ക് ധാരാളമായിട്ട് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാവരുമുള്ള നന്ദിയെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുകയും കഴിയുന്ന അവസരങ്ങളിലെല്ലാം കടന്നു വന്ന് സഹകരിക്കുകയും ചെയ്യണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രിയ ജേക്കബ് അങ്കിൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച്
ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയാങ്കളിൽ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ രക്ഷിതാവുമേ, ഈ നല്ല സന്ധ്യാസമയം കർത്താവെ തിരുസന്നിധിയിലായിരിക്കാനും, കർത്താവെ നല്ല പാട്ടുകൾ പാടി, കർത്താവെ നല്ല വചനം കേൾപ്പാനും എല്ലാം തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കർത്താവെ ഞങ്ങൾക്കിങ്ങനെ കൂടി വരുവാൻ തക്കവണ്ണം കർത്താവ് സാഹചര്യങ്ങളെ ഒരുക്കി തന്നതിനായിട്ട് നന്ദി. കർത്താവെ, സ്ഥല പ്രതികൂലങ്ങളുടെ മധ്യത്തിലും കർത്താവ് ഞങ്ങൾക്ക് സഹായമായിട്ട് കൂടെയുണ്ട്. കർത്താവ് ഞങ്ങൾ ഒരിക്കലും തള്ളിക്കളയില്ല എന്ന ആ വലിയ വിശ്വാസത്തിൽ കർത്താവിനോട് ഒന്നായിരിക്കാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. കേൾപ്പിച്ചായ വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കഴിവും പ്രാപ്തിയും എപ്പോഴും ദൈവ തിരുനാമ മഹത്വത്തിനായി തിരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വേറിട്ട ഒരു ജനമായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിലും കർത്താവെ പ്രാർത്ഥനയിലും ഭക്തിയിലും വിശ്വാസത്തിലും എല്ലാം ഉറപ്പുള്ളവരായിട്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ അധികമായിട്ട് സഹായിക്കണമേ. ഈ കാലഘട്ടത്തിൽ കർത്താവെ നിൻ്റെ നാമം ഉച്ചരിപ്പാൻ പോലും കർത്താവെ പ്രയാസമുള്ള ഈ നാളുകളിൽ കർത്താവെ ധൈര്യത്തോടെ കർത്താവെ നിനക്ക് വേണ്ടി ജീവിപ്പാൻ, നിനക്ക് വേണ്ടി നിൻ്റെ നാമത്തെ കർത്താവെ പ്രസ്താവിപ്പാനുള്ള കൃപയും അനുഗ്രഹവും കർത്താവെ നീ നൽകണമേ. കർത്താവെ, ഞങ്ങളാൽ സാധിക്കാത്തതായ കാര്യങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് ധൈര്യം അധികമായിട്ട് പകർന്നു തന്ന് കർത്താവിന് വേണ്ടി ഞങ്ങൾ അധികം പ്രാപ്തിയുള്ളവരായി തീരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. തന്ന എല്ലാ നന്മകൾക്കായിട്ട് നന്ദി, സ്തുതി, സ്തോത്രം കരയറ്റുന്നു. എന്തെന്നാൽ നിൻ്റെ ദാസനെ അനുഗ്രഹിക്കണമേ. വിലയെല്ലാം കർത്താവ് കൂടെ ഇരിക്കണമേ, സഹായിക്കണമേ. നല്ല പാട്ടുകൾ പാടുവാൻ കർത്താവ് കൃപ കൊടുത്ത നിൻ്റെ മക്കളെല്ലാം കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ കാര്യത്തിലും കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും എല്ലാം അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപയുമാറാകണമേ. കർത്താവ് ഇന്ന് വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇത് അതി അനുഗ്രഹപ്രദമായി തിരുവാൻ തക്കവണ്ണം കർത്താവ് ഈ നാളുകളിൽ സഹായിക്കണമേ. ഈ ദേശത്തിന് കർത്താവ് ഈ കൂടിയൊരു അനുഗ്രഹമായി തീരുമാറാകണമേ. കർത്താവെ, പല ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, പല സ്റ്റേറ്റുകളിലും കർത്താവെ സുവിശേഷത്തിന് കർത്താവെ വിരോധികളായിട്ടുള്ളവർ കർത്താവെ സുവിശേഷത്തെ തടയുകയും കർത്താവെ പലവിധമായ അക്രമങ്ങളും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ അവിടെ വേല ചെയ്യുന്നവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. അവരെല്ലാം കർത്താവിൻ്റെ കൃപയും സഹായവും അധികമായിട്ട് പകരണമേ. കർത്താവെ, അവർക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും കർത്താവ് നിറവേറ്റി അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഭരണാധികാരികൾക്കും നല്ല സുബോധവും വിവേകവും കർത്താവെ നീതിപൂർവ്വം ഭരിക്കാനുള്ള കൃപയും കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ രാജ്യത്തോട് കർത്താവ് കരുണ തോന്നണമേ. കർത്താവെ, ലോക സാഹചര്യങ്ങളെല്ലാം കർത്താവ് അറിയുന്നു. യുദ്ധവും യുദ്ധശ്രുതിയും ക്ഷാമവും പ്രയാസങ്ങളും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അധികമായിട്ട് ക്രിസ്തുവിനെ അറിയുവാനും സ്നേഹിപ്പാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം കർത്താവെ നിൻ്റെ മക്കളെ അധികമായിട്ടുള്ള ധൈര്യപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ഈ രാത്രി സമയം കർത്താവെ ഞങ്ങൾ പിരിഞ്ഞു പോന്നു. പിരിയാത്തവനായിട്ട് അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇനി ഞങ്ങൾ കൂടി ഒരുവോളം കർത്താവിൻ്റെ കൃപ, സമാധാനം, സന്തോഷം ഞങ്ങൾക്ക് എപ്പോഴും അനുഭവിപ്പാനും അന്യോന്യം കർത്താവിനെ ഞങ്ങൾക്ക് പ്രകീർത്തിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതി, സ്തോത്രം. സകലവും യേശുക്രിസ്തു നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എപ്പോഴും ഞങ്ങളുടെ കൂടെയും ഞങ്ങൾ കേട്ടതായ വചനത്തിന്മേലെയും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.